ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. ബില്ല് JPCക്ക് വിട്ടേക്കുമെന്നാണ് സൂചന. ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് കാട്ടി പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തും. ഒരു രാജ്യം ഒരു പാർട്ടി എന്ന തത്വത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള നീക്കമാണ് ബില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇത് ഞങ്ങൾ വളരെ തുടക്കത്തിൽ തന്നെ എതിർത്തിട്ടുള്ളതാണ്. കാരണം വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് പ്രായോഗികമല്ല. കാരണം തെരഞ്ഞെടുപ്പുകൾ പല ഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു രാജ്യത്ത് എല്ലാ തെരഞ്ഞെടുപ്പും കൂടി ഒരുമിച്ച് നടത്തുക എന്ന് പറയുന്നത് അത് ഒരിക്കലും വിജയകരമാകില്ല എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. മാത്രവുമല്ല, ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പുകൾ കേന്ദ്രീകരിക്കുന്നത് എത്രത്തോളം വിജയകരമാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇത് ഒരു രാജ്യം ഒരു പാർട്ടി എന്ന ഒരു തത്വത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പുതിയ ഒരു അടവുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുക. ഞങ്ങൾ ബില്ലിന്റെ അവതരണത്തിൽ അരവിന്ദ്, ഇന്നിപ്പോ ഈ ബില്ലുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന മൂവ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ നീക്കങ്ങളാണ്? 12 മണിക്കാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിക്കുക. എന്തായാലും ഈ അവതരിപ്പിക്കുവാൻ ഈ ബില്ലെത്തുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർത്തുവാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP നമ്മളോട് വ്യക്തമാക്കിയത് പല്ലും നഖവും ഉപയോഗിച്ച് ഈ ബില്ലിനെ എതിർക്കും. JPCയിലടക്കം ഈ ബില്ല് വരുമ്പോൾ അതിനെയും ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ച ശേഷം JPCയിലേക്ക് വിടാനുള്ള സാധ്യതകളാണ് ഏറെ ഉള്ളത്. 2 ബില്ലുകൾ, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 2 ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഒരു ഭരണഘടനാ ഭേദഗതിയും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു ബില്ലാണ് ഇത്തവണ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷനായ സമിതി രൂപീകരിക്കും. ഈ ബില്ലുമായി ബന്ധപ്പെട്ട പഠനമെല്ലാം ഈ സമിതിയാണ് നടത്തിയിരുന്നത്. പിന്നീട് ഈ സമിതി കേന്ദ്ര സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. പക്ഷേ കൃത്യമായി സംസ്ഥാനങ്ങളുമായി ഒരു കൂടിയാലോചന നടത്തിയില്ല എന്നൊരു വിമർശനം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ അടക്കം നടക്കുന്നത്. രാജ്യത്തെ പകുതിയിലേറെ സംസ്ഥാനങ്ങളിലും ഈ ബില്ലിന് എതിരാണ്. പക്ഷേ സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് സമിതി പോയി. സമിതി നൽകിയത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് എന്താണോ ആവശ്യം അതിനനുകൂലമായ ഒരു റിപ്പോർട്ട് സമിതി നൽകി. ആ റിപ്പോർട്ട് തീർത്തും ഏകപക്ഷീയമായി നടപ്പിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നത്. ഇത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് ഒരു രാജ്യം ഒരു പാർട്ടി എന്ന തത്വത്തിലേക്ക് നീങ്ങുന്നതാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. എന്തായാലും MPമാരോടെല്ലാം ലോക്സഭയിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ലോക്സഭയിലെ MPമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. 3 വരി വിപ്പാണ് ഇരു പാർട്ടികളും നൽകിയിരിക്കുന്നത്. 10:30 തന്നെ കോൺഗ്രസിന്റെ MPമാരുടെ യോഗം ചേരുന്നുണ്ട്. ഇന്ന് സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് MPമാർ ചർച്ച ചെയ്യും. എന്തായാലും ശക്തമായ പ്രതിഷേധം ഈ ബില്ല് അവതരിപ്പിക്കുമ്പോഴും അതിന് JPCയിലേക്ക് വിട്ടാലും ഉയർത്തുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, മൗലികമായ ചോദ്യം. ഇതിപ്പോ പാർലമെന്റിൽ ഇപ്പൊ BJP സർക്കാർ ഇത് കൊണ്ടുവന്നാലും ഇത് പാസ്സാക്കുക, നിയമമാക്കുക, ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നത് പ്രായോഗികമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ലോ ആണോ? കാരണം അതിന് പലതരത്തിലുള്ള കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ആ കടമ്പകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPക്ക് കടന്നു പോകാൻ കഴിയുന്നതല്ലല്ലോ, അല്ലേ? തീർച്ചയായിട്ടും അത് BJPക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഈ ബില്ല് കൊണ്ടുവരാൻ പറ്റില്ല. 3-2 ഭൂരിപക്ഷം ഈ ബില്ല് പാസ്സാക്കി എടുക്കണമെങ്കിൽ BJPക്ക് വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് JPCയിലേക്ക് വിടാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. നമുക്കറിയാം, നേരത്തെ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോഴും സമാനമായ രീതിയിലായിരുന്നു BJPയുടെ നീക്കമുണ്ടായത്. JPCയിൽ വരുമ്പോൾ BJPയുടെ ഭൂരിപക്ഷ അംഗങ്ങളായിരിക്കും അതിലുണ്ടാവുക. അവർക്ക് അതിൽ അനുകൂലമായ നിലപാടെടുക്കുകയും അത് പിന്നീട് അത്തരത്തിലുള്ള നീക്കങ്ങളുമായി പോകാം. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് പാസ്സാക്കി എടുക്കാൻ സാധിക്കില്ല. ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരുപക്ഷെ മുൻ ലോക്സഭയുടെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അത്തരം ഒരു നീക്കം BJPക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇത് പാസ്സാക്കി എടുക്കാൻ അവർക്ക് സാധിക്കില്ല. എന്തായാലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ഇന്ന് 12 മണിക്കാണ് നിയമമന്ത്രി അർജുൻ രാം മേഘ്വാൾ ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുക. ശക്തമായ പ്രതിഷേധം തങ്ങൾ രേഖപ്പെടുത്തുമെന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിശാന്ത്, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ബില്ല് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ വലിയ തോതിൽ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കാൻ പോകുന്ന ബില്ലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം രാജ്യത്തെ എല്ലാ നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പ്, ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് ഒറ്റയടിക്ക് ഒരു ദിവസം ഒരു സീസണിൽ നടത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ഇത്. RSSന്റെ പോലുള്ള അല്ലെങ്കിൽ BJPയുടെ ഒക്കെ പ്രഖ്യാപിത നയങ്ങളിലൊന്നാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് പോകണം. ശിലാത്മകതയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ്
തെരഞ്ഞെടുപ്പാണ് ഈ നീക്കമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ വിമർശനം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വന്നാൽ രാജ്യത്താകമാനം ഒറ്റ അന്തരീക്ഷം സൃഷ്ടിച്ച് അതിന്റെ ആനുകൂല്യം എല്ലായിടത്തും നേടാനുള്ള BJPയുടെ രാഷ്ട്രീയ കുറുക്കുവഴിയുടെ ഭാഗമാണിത് എന്നാണ് വിമർശനം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംഗതി ഇപ്പോൾ ലോക്സഭയിൽ കൊണ്ടുവന്ന് പാർലമെന്റിൽ പാസ്സാക്കാൻ പോലും BJPക്ക് പ്രയാസമാകും. ഭരണഘടനാപരമായി അതിന് കടമ്പകൾ ഒരുപാട് കടക്കേണ്ടതുണ്ട്. സംസ്ഥാനങ്ങളുടെ കൺസൾട്ടേഷൻ വളരെ പ്രധാനമാണ്. 3/2 ഭൂരിപക്ഷം പ്രധാനമാണ്. ഇതൊക്കെ ഇപ്പോൾ കടക്കാൻ കഴിയുന്ന സാഹചര്യം BJPക്കില്ല. പക്ഷേ ഇത് അവർ ഇനീഷ്യേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു സ്വപ്ന പദ്ധതി എന്ന നിലയ്ക്ക്, നടപ്പിലാക്കാൻ മുന്നിൽ വെച്ചിരിക്കുന്ന പദ്ധതി എന്ന നിലയ്ക്ക് രാജ്യത്തിന് മുൻപാകെ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം എന്ന പദ്ധതി അവതരിപ്പിക്കുകയാണ് BJP എന്നാണ്. ഇതിനെ ശക്തമായി എതിർക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ കക്ഷികളും അവരുടെ MP-മാർക്ക് വിപ്പ് നൽകിയിരിക്കുകയാണ്. മത്രയാകുമ്പോൾ ലോക്സഭയിൽ ഹാജരാകണം എന്ന നിലയ്ക്ക്. അപ്പം നിയമപരമായ ഇതിന്റെ സാധ്യതകൾ നാം നോക്കുമ്പോൾ ഇത് ഇപ്പോൾ നടപ്പിലാക്കിയെടുക്കാൻ BJPക്ക് കഴിയില്ല. പക്ഷെ രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം എന്ന പദ്ധതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി അവർ ഇനീഷ്യേറ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ എല്ലാം ഒന്നിൽ കേന്ദ്രീകരിക്കുക, എല്ലാം ഒരിടത്ത് നിന്ന് പുറപ്പെടുക, എല്ലാം ഒരിടത്ത് തീരുമാനിക്കുക, എല്ലാം ഒന്നായിരിക്കുക, ഏകശിലാത്മകമാവുക എന്ന രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് ഈ നീക്കമെന്ന വിമർശനം ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. അതിനെ നമ്മൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള പല സംഗതികളും ഇതിനകത്ത് കാണാൻ കഴിയും. ഒരു രാജ്യം, അവിടെ എല്ലാം കൂടി ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭയിലും ലോക്സഭയിലും ജനങ്ങൾ ഒരു ദിവസം വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ സകല ആനുകൂല്യങ്ങളും നേടിയെടുക്കാം എന്ന് BJP വിചാരിക്കുകയാണ്. ഒരു പാർട്ടി, ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം, ഒരു നേതാവ്, ഒരു അതിദേശീയതാ അന്തരീക്ഷം, ഇതിൻ്റെ ആനുകൂല്യം നേടിയെടുക്കാനുള്ള BJP പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് വിമർശനം. അപ്പോൾ എന്തായാലും ഇന്ന് ലോക്സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷത്തു നിന്നുള്ള പ്രതിഷേധം അസാധാരണമായി പുകഞ്ഞു പൊന്തുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കേണ്ട കാര്യമാണ്. PR അരവിന്ദ് നമ്മോടൊപ്പം തുടരുന്നു. അരവിന്ദ്, ഈ ബില്ലിന്റെ കാര്യത്തിൽ ഒരു കടുത്ത പ്രതിഷേധം, സമാനതകളില്ലാത്ത പ്രതിഷേധം ലോക്സഭയ്ക്കകത്തും പുറത്തും ഉയർത്താൻ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തീരുമാനിച്ചിട്ടുണ്ടോ?